അട്ടപ്പാടിയിൽ ചുവരിടിഞ്ഞ് 2 കുട്ടികൾ മരിച്ചതിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന് തദ്ദേശ മന്ത്രി എം ബി രാജേഷ്. ബോധപൂർവം വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ അപകടകരമായ രീതിയിലുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപകടത്തിന്റെ കാരണം എന്താ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പിന്നീട് പരിശോധിക്കേണ്ടതാണ്. ബോധപൂർവ്വം എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യം പരിശോധിക്കും, ഗൗരവമായി തന്നെ പരിശോധിക്കും. ഇതിപ്പോ ITDPയുടെ വീടാണോ തകർന്നു പോകുന്നത്? അങ്ങനെ അത്തരം കാര്യം അത് വളരെ അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കും. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ, ജീർണിച്ച കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, ഗുരുതരമായിട്ടുള്ള വീഴ്ച വണ്ടിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ, ഒപ്പം തന്നെ കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണമുണ്ട് വീട് നിർമ്മാണത്തിലെ അപാകത നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും അന്വേഷണം നടക്കുക? ധന്യ, ഇന്നലെയാണ് 4 ഈ ഊരിൽ വെച്ച് മരിക്കുന്നത്. കരുവാക ഊരിലെ ഈ പഴയ ഒരു വീടിന്റെ, അതായത് നിർമ്മാണം പാതി വഴിയിൽ നിന്ന് പോയൊരു വീടിന്റെ സ്ലാബ് ആണ് കുട്ടികൾ. ഇതിലാണ് ദേവി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ വാർഡ് മെമ്പറെയും അതോടൊപ്പം തന്നെ SC പ്രൊമോട്ടറെയും ഉൾപ്പെടെ ഈ പലതവണ വിളിച്ചിട്ടും അവർ ഈ തങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകിയില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് ഈ സൈലന്റ് വാലിയിലേക്ക് പോകുന്ന എതിർദിശയിൽ ഈ വനത്തിന് അകത്തുള്ള ഊരാണ്. അവിടുന്ന് പുറത്തെത്താൻ മറ്റ് ഒരു മാർഗങ്ങളും തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഈ പരിക്കേറ്റ 3 കുട്ടികളുമായി വന്നത് ഇരുചക്ര വാഹനങ്ങളിലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇരുചക്ര വാഹനങ്ങളിൽ വരികയാണെങ്കിലും ഇവർക്ക് മുക്കാലി ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റ് വാഹനങ്ങൾ സ്വാഭാവികമായും അറേഞ്ച് ചെയ്ത് നൽകേണ്ടതായിരുന്നു. പക്ഷെ ഇവർ അവിടെ നിന്നും ഒരു 4 കിലോമീറ്റർ അപ്പുറത്തുള്ള കൽക്കണ്ടി വരെ ഈ കുട്ടികളെ ഇങ്ങനെ ഇരുചക്ര വാഹനങ്ങളിൽ കൊണ്ടുപോയി പിന്നീട് വനം വകുപ്പിന്റെ ജീപ്പിലാണ് കോട്ടത്തറ വരെ ഈ കുട്ടികളെ എത്തിച്ചത്. എന്തായാലും വലിയ ഒരു പ്രയാസം ഈ കുടുംബം അനുഭവിച്ചു എന്നതിൽ സംശയമില്ല. 2016 ഈ ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്ന് ഈ പാതി വഴിയിൽ നിലച്ചു പോയ ഒരു വീടാണ്. ഈ അതിന്റെ ഒരു ഭാഗമാണ് തകർന്ന വീട്. കുട്ടികൾ മരിച്ചത്. ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ള കുട്ടി ഇപ്പോഴും ഈ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. മരിച്ച 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ശരി സാജിദ്.